കുറച്ച് നാൾ മുന്നേ വരെ ഞാനായിട്ട് കുറച്ച് എഫോർട്ട് എടുത്ത് കീപ്പ് ചെയ്തുകൊണ്ട് പോയ കുറച്ച് ബന്ധങ്ങളുണ്ടായിരുന്നു എനിക്ക്. അതായത് ഞാനായിട്ട് മെസ്സേജ് അയയ്ക്കുക, ഞാൻ തന്നെ ഇനീഷ്യേറ്റീവ് എടുത്ത് കോൾ ചെയ്യുക, എത്ര സമയമില്ലെങ്കിലും നമ്മൾ ആ ഒരു ബന്ധങ്ങൾ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എഫോർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞൊരു 3 ആഴ്ചയായിട്ട് ഞാൻ ഭയങ്കര സ്ട്രഗിൾ ചെയ്തിട്ടുള്ളൊരു കുറച്ച് ദിവസങ്ങളിലൂടെയായിരുന്നു കടന്നു പോയിക്കൊണ്ടിരുന്നത്. കാരണം എനിക്ക് 2 മക്കളെ ഒറ്റയ്ക്ക് ഫുൾ അവരുടെ കാര്യങ്ങൾ നോക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. കാരണം എൻ്റെ അമ്മയ്ക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിട്ടത് കുറച്ച് പ്രശ്നമായിട്ട് ലൈക്ക് ഈ ഒരു 3 ആഴ്ച ഞാൻ വല്ലാണ്ട് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ വർക്കിലേക്ക് മെറ്റേണിറ്റി ലീവ് കഴിഞ്ഞ് വർക്കിലേക്ക് കയറിയ സമയമായിരുന്നു. സോ ഒത്തിരി ട്രെയിനിങ്, എനിക്കതൊന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, വർക്ക് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. കാരണം ഈ 2 മക്കളെ നോക്കുക എന്ന് പറയുന്നത് ഒട്ടും തന്നെ ചെറിയ കാര്യമല്ല. അപ്പം അത്രയും ഭയങ്കര സ്ട്രഗിൾ ചെയ്തൊരു ശ്വാസം വിടാൻ പോലും മറന്നു പോകുന്ന അവസ്ഥയില്ലേ, അതിലൂടെയൊക്കെ കടന്നു പോയൊരു സമയമായിരുന്നു. അപ്പോൾ ഈ ഒരു 3 ആഴ്ച ഞാൻ കുറച്ച് മുന്നേ ഞാൻ എഫോർട്ട് എടുത്ത് കീപ്പ് ചെയ്ത ബന്ധങ്ങളുണ്ടല്ലോ, ഒരാളെ പോലും ഞാൻ കണ്ടില്ല. അതായത് അവസ്ഥ ഇതാണെന്നും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അറിയാം എന്നും ഉള്ളവർ പോലും ഞാൻ ആരെയും കണ്ടില്ല. പക്ഷേ ഞാൻ അങ്ങനെ എഫോർട്ട് എടുത്ത് കീപ്പ് ചെയ്യാത്ത, അതായത് നോർമലായിട്ട് ഒരു ഹൈ ബൈ ബന്ധം പോലെ ഞാൻ കീപ്പ് ചെയ്തുകൊണ്ടിരുന്ന കുറേ ആൾക്കാരെന്ന് എനിക്ക് പറയാനില്ല, 1-2 ആൾക്കാർ അവർ കോൺസ്റ്റൻ്റ് ആയിട്ട് എൻ്റെ ലൈഫിൽ ഉണ്ടായിരുന്നു തന്നെ. അപ്പം ഈ ഒരു 3 ആഴ്ച എനിക്ക് ഭയങ്കര സ്ട്രഗിൾ ആണെങ്കിൽ പോലും അതിൽ നിന്ന് ഞാൻ കണ്ടുപിടിച്ച അല്ലെങ്കിൽ ഞാൻ പഠിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒറ്റയ്ക്ക് എഫോർട്ട് എടുത്ത് നിർത്തുന്ന പല ബന്ധങ്ങളും ഈ പറഞ്ഞ പോലെ ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കില്ല, നമ്മുടെ ലൈഫിൽ എപ്പോഴും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ മാത്രം എഫോർട്ട് എടുത്ത് ഇനീഷ്യേറ്റീവ് എടുത്ത് കീപ്പ് ചെയ്യുന്ന എന്തെങ്കിലും ബന്ധങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പൊടിക്കൊന്ന് കുറയ്ക്കുക ആ എഫേർട്ട്. കാരണം അത് വെറും വേസ്റ്റ് ഓഫ് ടൈം ആണെന്ന് നിങ്ങൾക്ക് പിന്നീട് മനസ്സിലാവും. അതേസമയം നമ്മളെ ആവശ്യമുള്ളവരോ അല്ലെങ്കിൽ ആത്മാർത്ഥമായിട്ട് ഒന്നും പ്രതീക്ഷിക്കാത്ത നമ്മുടെ കൂടെയുള്ളവരും എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാവുകയും ചെയ്യും. വേറെ കുറച്ച് പേരുണ്ട് എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് മാത്രം നമ്മളുടെ അടുത്ത് വരുന്നത്, അവരെയും കൂടെ കൂട്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. നമുക്കൊരു ഡൗൺ ടൈം ഉണ്ടാവണം, നമ്മളുടെ ചുറ്റിനുള്ളവരുടെ റിയൽ ഫേസും നമ്മൾക്ക് കൂടെ ആരൊക്കെ ഉണ്ടെന്നുള്ളതും നമ്മുടെ ആവശ്യങ്ങൾക്ക് മാത്രം നമ്മളുടെ അടുത്ത് വരുന്നവർ ആരൊക്കെ ഉണ്ടെന്നും എല്ലാം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ലൈഫിൽ ഇടയ്ക്കിടയ്ക്ക് നമുക്കൊരു ഡൗൺ ടൈം വരണം എന്ന് പറയുന്നത് വളരെ കറക്റ്റാണ്. എൻ്റെ കാര്യത്തിൽ എനിക്കത് ഭയങ്കര റിലേറ്റ് ചെയ്യാൻ പറ്റി. സോ ആ എഫേർട്ട് എടുക്കൽ ഞാനും അങ്ങ് നിർത്തി, അത്രയേ ഉള്ളൂ. സോ നിങ്ങൾ അങ്ങനെയുള്ളവരാണെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് ഒരു ബ്രേക്ക് കൊടുത്തു നോക്കുക, എഫേർട്ട് കുറച്ച് ബ്രേക്ക് അവർക്ക് കൊടുത്തു നോക്കുക. അവർ നിങ്ങളുടെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ ഡെഫിനറ്റ്ലി അവരായിട്ട് ഒന്ന് എഫേർട്ട് എടുത്ത് നിങ്ങളെ വിളിക്കുകയോ മെസ്സേജ് അയക്കുകയോ ഒക്കെ ചെയ്തിരിക്കും. ബൈ.